അതിൻ്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു. യു വാട്ടർ ദ ഫറോസ്. സാംസ് 65:10. സങ്കീർത്തനം 65:10 എടുക്കുന്നത്. കർത്താവ് ആത്മാവിൽ അനേക മക്കൾക്ക് വിടുതൽ കൊടുക്കുന്നൊരു ദിവസമാണിന്ന്. ഇത്രയും ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവ് റീറ്ററേറ്റ് ചെയ്ത് പറയിപ്പിക്കും, ആത്മാവിൻ്റെ വിടുതലാണ് ഇന്ന്, ആത്മാവിൻ്റെ വിടുതലാണ്. മീൻസ് പലരുടെയും ഹൃദയങ്ങളിൽ ഇന്ന് വരെയുള്ള വെള്ളം പോലെ ഈ നമ്മൾ വചനം അയച്ചത് ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. വചനം വായിക്കാം. 65:10 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ അതിൻ്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. You drench its furrows and levels its ridges. So you soften it with showers and bless its crops. You crown the year with the bounty and your carts overflow with abundance. ബാക്കി ഭാഗം അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. സിയോനിലെ ദൈവത്തിൻ്റെ ആ സ്തുതിഗീതം അങ്ങോട്ട് പൊങ്ങാൻ തുടങ്ങിയാണ്. സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, അതായത് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ മേൽ വസിക്കുന്നവനെന്നാണ് യഹോവയെക്കുറിച്ച് പറയുന്നത്. സങ്കീർത്തനം 22:3. ഈ ഉഴച്ച് നമ്മൾ ഏതൊരു വയലെടുത്താലും പലപ്പോഴും ദൈവം തമ്പുരാന് തൻ്റെ വലിയ മർമ്മങ്ങളും സത്യങ്ങളും പ്രകൃതിയിൽ കാണുന്ന ഒരു കൃഷിക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു തോട്ടക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു മുന്തിരിത്തോട്ടം നട്ടു വളർത്തുന്നവനെ പോലെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. വളരെ ഭംഗി. കാരണം സ്വർഗത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളായിട്ടാണ് ദൈവം മനുഷ്യനെ ആദ്യം കാണിക്കുന്നത്. അത് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും വൃക്ഷത്തിൻ്റെ തണലിൽ, ഈ ജീവവൃക്ഷത്തിൻ്റെ തണലിൽ എന്നും സന്തോഷിച്ച് ജീവിക്കേണ്ട നമ്മൾ ദൈവത്തിൽ നിന്ന് മറുത്ത് മാറിയിട്ട് ഒഴഞ്ഞ് നടക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അടുക്കത്തില്ല. അറിഞ്ഞുകൂടാ, ഒന്നാമത് വഴി അറിയത്തില്ല. പിന്നെ ഈ പഠിച്ചു വന്ന രീതി, ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ വലിയവനാകണം, ഞാൻ എൻ്റെ പ്രയത്നം കൊണ്ട് നേടി, അതൊക്കെയാണ് കനാന്യ സ്പിരിറ്റാണ്. അത് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുള്ള ചിന്ത എല്ലാ ചെറുപ്പക്കാരിലും ഉണ്ട്, ഏറെക്കുറെയായിട്ട് നിൽപ്പുണ്ട്. വിനയം എന്ന് പറയുന്നത് സാധാരണ ജന്മനാ വിനയമുള്ളവർക്ക്, കഴിവ് കുറവുള്ളവർക്ക് ആ വിനയം കാണുന്നത്, അല്ലാത്തവർക്ക് ദൈവം പഠിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ വിനയം എന്ന് പറയുന്ന ഈ ദൈവത്തിൻ്റെ ഹ്യൂമിലിറ്റി കിട്ടണമെങ്കിൽ കർത്താവ് ചിലപ്പോൾ അനുവദിക്കും ചില ശത്രുക്കളെ കൊണ്ട്, അല്ലെ വീട്ടുകാരെ കൊണ്ട് മറ്റവരെ ഉപദ്രവിക്കാൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ പെനീന ആൻഡ് ഹന്ന. പെനീനയ്ക്ക് മക്കളെ ഇഷ്ടം പോലെ ദൈവം കൊടുത്തു, അതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഹന്നായ്ക്ക് ദൈവത്തിന് വേറെ പ്ലാനുണ്ട്, വലിയ പ്ലാന്. അതിൽ ഏറ്റവും ഉത്തമമായത് വരാൻ വേണ്ടി വീട്ടിൽ കലഹം തന്നെ കലഹം. പെനീന ഇവരെ കളിയാക്കാൻ തുടങ്ങി. ഇവർക്ക് ഈ നീരസം സഹിക്കാൻ വയ്യാതായിട്ട് അവർ കരഞ്ഞ്, അങ്ങനെ ഒരു ആലയത്തിൽ പോയിരുന്ന് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു ഉടമ്പടി എടുക്കുന്നത്, എനിക്ക് നീ ഒരു മകനെ തരുന്നു എങ്കിൽ ഞാൻ അവനെ ദൈവത്തിന് കൊടുക്കും എന്ന്. അങ്ങനെയാണ് സമൂവേലുണ്ടായത്. സമൂവേലിനെ പോലെ നല്ലൊരു പ്രവാചകൻ വേദപുസ്തകത്തിലില്ല. അതൊക്കെയാണ് നമ്മൾ എന്തിനാ കഷ്ടത്തിൽ കൂടെ പോകുന്നത്, നമ്മളിൽ ശുദ്ധീകരണം നടക്കുകയാണ്. അപ്പോൾ ഈ വയൽ ശുദ്ധീകരിക്കാൻ നേരത്ത് നമ്മൾ കാണുന്നതാണല്ലോ ഇപ്പോഴത്തെ, അതായത് വയൽ ശുദ്ധീകരിക്കാൻ വേണ്ടി ആദ്യമേ കാളെ ഇറക്കും അവിടെ ഇല്ലേ, മുഖം വെച്ചിട്ട് കാളെ ഇറക്കി അതിൻ്റെ കലപ്പ ഈ കല്ല് പോലുള്ള ഈ സ്ഥലത്തൂടെ അത് ഇറക്കി മറിച്ചിട്ട് മണ്ണ് ഉടച്ച് മറിച്ച് കട്ടയായിട്ടുള്ളതിനെല്ലാം ഉടച്ച് കഴിഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടേക്കും കുറച്ച് ദിവസത്തേക്ക് കുതിരാൻ. നമ്മൾ കർത്താവിൻ്റെ പുറം 39 അടി കൊണ്ടപ്പോൾ ഉഴവ് ചാല് പോലെ കീറിയെന്നാണ് പറയുന്നത്. ആര്? ഭൂമി ശാപഗ്രസ്തമായി നമ്മുടെ പ്രവർത്തനം കൊണ്ട്. ശാപഗ്രസ്തമായ ഭൂമിയിൽ നിന്നുണ്ടാക്കി വരാം നമ്മുടെ ഈ ശരീരം. ഇതിലെ ഈ ഉഴൽച്ചകൾ വരാതെ നമ്മൾ ചൊവ്വയെ പഠിക്കൂല. ഇതിങ്ങനെ പുഷ്ടി വെച്ചിരുന്ന ഒരു മനുഷ്യന് ഒരു കൃഷിയും നടക്കൂല. അപ്പം ഉഴവ് ചാലുകൾ ചിലപ്പം ദൈവം നമ്മുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കുന്നത് നമ്മളിൽ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഒരു പക്ഷേ സ്വന്തം ഭാര്യ അല്ലെ ഭർത്താവ്
ഭാര്യ ഭർത്താവിനെ ചീത്ത പറയുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റം ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭാര്യ പറയുന്നു നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല, അതാ ഇതാന്ന് പറഞ്ഞ് ദിനം പ്രതി പറഞ്ഞ് ഈ ഉഴവ് ചാലുകൾ ഇങ്ങനെ വെട്ടിക്കീറി ഏകദേശം 39 ഉഴവ് ചാല് പുറത്തായിട്ടുണ്ട് ഇപ്പം. അത് ആരും നോക്കാത്തതിനാൽ അത് ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. കാരണം ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ വേദന ആരോടും പറയത്തില്ല. അത് അവരുടെ ഒരു പ്രത്യേക നേച്ചറാണ്. പറയുന്നവർ വളരെ കുറവ്, 1-2 പേര്. പക്ഷേ സ്ത്രീകളുടെ സ്വഭാവം അങ്ങനെയല്ല. നമുക്കൊരു പ്രയാസമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന 4 പേരോടെങ്കിലും പറയാതിരിക്കുമല്ലോ. ഞാൻ പറയും, എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുന്നതിനാ ഞാൻ പറയുന്നത്, പ്രാർത്ഥനക്കാരോട് ഞാൻ പറയും എനിക്ക് അവിടെ ഒരു രഹസ്യം വെച്ചിട്ട് കാര്യമില്ല, എനിക്ക് പ്രശ്നം പരിഹരിച്ച് കിട്ടണം. അപ്പം 2 പേർ ഐക്യമത്യപ്പെടാൻ വേണ്ടി എനിക്കൊരാളെ കിട്ടാൻ വളരെ എളുപ്പമാണ്, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ പുരുഷന്മാരങ്ങനെയല്ല. അവരവരുടെ വേദന സ്വന്തം അമ്മയോട് പോയിട്ട് ഭാര്യയോട് പോയിട്ട് അവരുടെ കൂട്ടുകാരോടും പറയാതെ തന്നെ കൊണ്ട്. അപ്പോൾ ഈ ഒഴവ് ചാലുകൾ ഈ വേദനിച്ച്, അതായത് മനുഷ്യൻ കത്തി കൊണ്ട് കീറുന്നതിലും വേദനയോടെ വാക്കുകൊണ്ട് കീറാൻ സാധിക്കും മനുഷ്യൻ. അത് മിക്ക ഭവനങ്ങളിലും ഉണ്ട്, അറിഞ്ഞോ അറിയാതെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒഴിവുചാല് പോലെ പുരുഷന്മാരുടെ പുറത്തിങ്ങനെ വെണ്ട് കീറിക്കുക. അതുപോലെ തിരിച്ചുകൊണ്ട് പുരുഷന്മാർ സ്ത്രീകളെ പറഞ്ഞിട്ട് വെണ്ട് കീറി ചില പെൺമക്കൾ മിണ്ടൂല, അമ്മമാരോട് ചിലർ വിളിച്ചു പറയും. അതുകൊണ്ട് അതിന് പരിഹാരം എന്തെങ്കിലും അവർ കണ്ടുപിടിക്കും. പക്ഷെ ചിലർ പറയത്തില്ല. ഈ അടുത്തിടെ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഒരു സ്ത്രീ അവരുടെ പ്രയാസം നമുക്കറിയാവുന്ന ഒരാളുടെ അടുക്ക വന്ന് സങ്കടം പറഞ്ഞു. ഇതുവരെ അവരാരോടും പറയാതിരുന്ന് ഇപ്പോൾ 60-65 വയസ്സായെന്ന് ഓർക്കണം. ഇപ്പോൾ അവർ വന്ന് പറഞ്ഞപ്പോൾ ദൈവം അനുവദിച്ചു, അതുവരെ ദൈവം അങ്ങ് വിട്ടുകൊടുത്തു. കാരണം അവർ സഹിച്ചു. പക്ഷേ 65 വയസ്സായ പറഞ്ഞാൽ മതി, എനിക്കിനും വയ്യ എന്ന് പറഞ്ഞു. ഒഴിവ് ചാലുകളെല്ലാം ഇങ്ങനെ കീറി വെച്ചിട്ട് ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ പറഞ്ഞു എനിക്കിനും വയ്യ എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വന്നു. അങ്ങനെ അവർ വേറൊരാളുടെ ആശ്രയത്തിൽ സഹായം ചെന്ന് ചോദിച്ചു. അനാഥാലയത്തിൽ പോകുന്നു. നമ്മളെ ആളുകൾ ഇടപെട്ട് കഴിഞ്ഞപ്പം അവർക്ക് അവരുടെ വില എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്വന്തം ഭർത്താവിനെ വിളിച്ച് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആക്ഷൻ എടുക്കും, സ്ത്രീ പീഡനത്തിന് പോലും ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ താണു. എന്താ ഒരു ആക്ഷൻ എടുക്കേണ്ടി. ഉഴവ് ചാലുകളിൽ ദൈവത്തിൻ്റെ വെള്ളം ഒഴിക്കുന്നിടം വരെ ഇത് ഉണങ്ങി വരണ്ടിരിക്കുന്ന മനുഷ്യരോട് ഞാൻ പറയുകയാണ്, ഇന്ന് ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങളുടെ മേൽ വീണിരിക്കുകയാണ്. നീ അതിൻ്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് കളയുന്നു. മനുഷ്യരോട് പറയാതിരിക്കുന്ന വേദന കർത്താവ് ഇന്ന് കണ്ടിരിക്കുകയാണ്. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു. സ്വർഗത്തിൽ നിന്ന് മുൻമഴ പിന്മഴ അയച്ച് അതിനെ കുതിർത്തിടുകയാണ്. എന്തിനാണ്? അതിനെ മുളയെ, അതായത് അതിൽ നിന്ന് കിളുത്ത് വരുന്ന ഇനി ഇടുന്ന വിത്ത് നൂറുമേനിയായിട്ട് കിളുത്ത് വരാൻ തക്കമുള്ള ഭൂമിയാക്കി മാറ്റി. അതിനെ ഞാൻ നിൻ്റെ മുളയെ ഞാൻ അനുഗ്രഹിച്ചു. ശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും, ശായുടെ വേരിൽ നിന്നൊരു കൊമ്പ് പുറപ്പെട്ട് അത് ഫലം കായ്ക്കും. വാഗ്ദത്തം അത് യേശുക്രിസ്തുവാണ് ചെയ്തത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഇന്ന് കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കും. വർഷം മുഴുവനും അവൻ്റെ നന്മ. നിൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ദൈവം എവിടെ ഉണ്ടോ അവിടെ പുഷ്ടി വരും. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കണ്ടോ? അതുകൊണ്ട് അതായത് മനുഷ്യന് ഒരല്പ വിലയുണ്ടല്ലോ. നമുക്ക് നമ്മളെ തന്നെ നമ്മളങ്ങനെയാണല്ലോ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അവർ വേറൊരു ഭവനത്തിലോ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറെ കിട്ടിക്കഴിയുമ്പോൾ അവരെ അവഹേളിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ സകല ബലവും ഇല്ലാതാകും. ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് സംഭവിക്കുന്നത്, അല്ലാതെ സംഭവിക്കത്തില്ല. പക്ഷേ എന്തുകൊണ്ട് ഉഴൽച്ച വരുന്നു? ആ ഉഴൽച്ച മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ നീ സൂക്ഷിച്ചുകൊണ്ട് നടന്നു ഉണങ്ങി വരണ്ടിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരാണ്, ഇന്ന് ഞാൻ നിൻ്റെ മേൽ എൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. കട്ടകൾ ഉടച്ചു മാറ്റുന്നത് ഞാനാണ്. ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. എന്തൊരു മനോഹരമല്ലേ! കർത്താവ് കണ്ടു. അതായത് ഹന്നായുടെ കരച്ചിൽ ദൈവം കണ്ടത് ക്രിസ്തു അല്ല, ദൈവമല്ല കണ്ടത്. ഹന്നായുടെ കരച്ചിൽ കണ്ടത് എലിപ്രവാചകനെ കണ്ടത്. അങ്ങനെ പഴയ നിയമത്തിൽ പലയിടത്തും എലീശ പ്രവാചകൻ. പക്ഷെ പുതിയ നിയമത്തിലാകുന്ന നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ വേദന കണ്ടുകൊണ്ടേയിരിക്കുന്നു. എങ്കിലും ക്രിസ്തു എഴുന്നള്ളി വന്ന് ഒരു ദിവസം കൊണ്ട് അത് പരിഹരിച്ച് തരും. അതിന്നത്തെ ദിവസമാണ്. ഇന്നത് അച്ചാരമായിട്ട് ഞാൻ ഒപ്പിടുകയാണ് യേശുവിൻ്റെ രക്തം കൊണ്ട്. എൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു, മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. കുന്നുകൾ ഉല്ലസിക്കുകയാണ്. കാരണം ഈ ഉഴുത് കിടക്കുന്ന സ്ഥലം ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് ധാരാളമായിട്ട് പുല്ല് കിളുത്തു. ഇതൊരു നല്ല പച്ച പുൽപ്പുറമായി മാറിയിരിക്കുകയാണ്. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുകയാണ്.
ശുദ്ധീകരിക്കുന്നു. എല്ലാം വിളവെടുക്കത്തക്ക നെല്ല് കൊണ്ടും ഗോതമ്പ് കൊണ്ടും ചോളം കൊണ്ടും എല്ലാം കൃഷി നടക്കുകയാണ്. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. അത് ഇതുവരെ നിന്നെ കഷ്ടപ്പെടുത്തിയെടുത്ത് ഇതാ ഞാൻ എഴുന്നള്ളി വന്ന് നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിൻ്റെ വേദനകളെ, നിൻ്റെ ഉഴവ് ചാലുകളെ ഞാനാണ് നനയ്ക്കുന്നത്. ഞാൻ നിന്നെ എത്ര നാൾ നീ സഹിക്കും? ചില കണ്ടിട്ടില്ലേ, സ്ലേവ്സിനെയൊക്കെ അട്ടിച്ചട്ടിച്ച് പുറമെല്ലാം പാടുവരുത്തുന്നുണ്ട്. അവരെവിടെയെങ്കിലും ഓടി രക്ഷപ്പെടും. ദൈവകൃപയാൽ ആരെങ്കിലും നല്ലവനായ ഒരുത്തൻ്റെ വീട്ടിൽ ചെന്ന് പറ്റിയെങ്കിൽ അവർ രക്ഷപ്പെടും, അല്ലെ അവർ ചത്തുപോകും. പക്ഷേ പലപ്പോഴും ദൈവം അവരെ രക്ഷിക്കുന്നത് കാണാം. കർത്താവിൻ്റെ സ്നേഹം അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളുടെ മേലെ ഉഴവ് ചാലുകൾ കെട്ടിവെച്ചിരിക്കുന്ന ഇതുവരെയുള്ളതെല്ലാം അപ്പച്ചനെ നിന്ന് നനയ്ക്കുകയാണ്. കട്ട ഉടച്ചു തന്നിരിക്കുന്നു. മഴയാൽ അതിനെ കുതിർത്തിട്ട് നമ്മുടെ തലമുറകളെ, അതിൻ്റെ മുള മീൻസ് തലമുറകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തിൻ്റെ നന്മ കൊണ്ട് അവൻ നമ്മളെ പുഷ്ടി കൊണ്ട് നിറയ്ക്കുകയാണ്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. സങ്കീർത്തനം 62:8. ഞങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മുടെ വേദനകൾ അവനോട് പകരണമെന്ന്. ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ സംശയിക്കാതൊരു വിശ്വാസം എനിക്ക് കിട്ടിയെങ്കിൽ അവൻ എൻ്റെ വേദനകളെ പരിഹരിക്കുന്നത്. എനിക്ക് നീ എൻ്റെ ഉഴവുചാലുകളെ നനച്ചിട്ട് ആ സ്ഥലം ഇന്ന് ഫെർട്ടൈൽ ഗ്രൗണ്ടാക്കി മാറ്റുന്ന ദൈവം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നതിന് മുൻപേ മുള്ളും പറക്കാരെയും പിടിച്ചിരുന്ന സ്ഥലം ഇന്ന് പരിശുദ്ധാത്മാവ് മരുഭൂമി ഉദ്യാനം വനമായിട്ട് മാറുന്ന ദിവസമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:32 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? തീർത്തും തരുന്നൊരു ദൈവം തന്നിരിക്കുന്നു. ഞാൻ നിൻ്റെ വേദനയുടെ ഉഴൽച്ചകളെ ഞാൻ കണ്ടിരിക്കുന്നു. അതാണ് കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ കണ്ണുനീര് ഞാൻ എൻ്റെ കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് നന്മ. ഈ വർഷം മുഴുവനും, ഈ 2026 മുഴുവനും നീ കണ്ടിട്ടില്ലാത്ത വലിയ അതിശയങ്ങൾ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യ കിരീടം നിൻ്റെ തലമേൽ വെക്കുവാൻ ഇട്ടയാക്കിയിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ തലമുറമേൽ ദൈവത്തിൻ്റെ കൈ തൊട്ട് കഴിഞ്ഞിരിക്കുന്നു. നന്ദി യേശുവേ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ആരോട് പറയണമെന്നറിയാതെ വേദനിക്കുന്നവരായ മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരുടെ വേദന തുറന്നു പറയാൻ പേടിയാണ് കർത്താവ്. ഞങ്ങൾക്കും ഒരു വിഷമം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവരോട് പറഞ്ഞാൽ അത് നാട്ടിലൊരു പാട്ടായി മാറും. എന്നാൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി കേട്ടാൽ മതി, അതിൻ്റെ വിടുതൽ. കർത്താവേ, ഞങ്ങളുടെ തലമുറകളുടെ മേലെ ഞങ്ങൾ ദൈവത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ പിശാച് അവരുടെ പുറം മുഴുവൻ വലിച്ച് ഈർത്തക്ക് പോലെ വചനം കൊണ്ട്, വാക്കുകൾ കൊണ്ട്, വചനമല്ല ദൈവമേ, ദുർവാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിച്ച് മുറിവുകൾ ഉണങ്ങിയിരിക്കുന്നിടത്ത് ഇന്ന് നിൻ്റെ ജീവജലം തളിച്ചിരിക്കുന്നതിനാൽ, അവിടെയുള്ള കട്ടകൾ നീ ഉടച്ചു മാറ്റിയിരിക്കുന്നതിനാൽ, അവിടെ നീ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നതിനാൽ, അവിടെ വളമിട്ട് കൊടുത്തിട്ട് ദൈവമേ നല്ല പുഷ്ടിയുള്ള ഫലമുണ്ടാകുന്ന ഫലഭൂഷ്ടിയുള്ള സ്ഥലമാക്കി മാറ്റിയത് തന്നെയല്ല, ഞങ്ങളുടെ മുളകളെ, അതായത് തലമുറകളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ സംവത്സരം മുഴുവൻ നിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. ജനമേ, നിൻ്റെ ഹൃദയത്തെ നീ പകരുക. സക്കറിയാവിൻ്റെ വായ അടച്ചതുപോലെ പലരുടെയും വായ അടച്ചു വെച്ചിട്ടുണ്ടല്ലോ കർത്താവേ. അവരുടെ വാ തുറക്കാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനക്കുറവ് കൊണ്ടാണെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നാഥാ, അവർ മാനസാന്തരപ്പെട്ട് നിൻ്റെ അടുക്കലേക്ക് വരാൻ, നിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം, നിൻ്റെ പകർച്ച, നിൻ്റെ ജീവൻ്റെ വെളിച്ചം, നിൻ്റെ പരിശുദ്ധാത്മാവ്, നിൻ്റെ വചനം, തേനിലും തേൻകട്ടയിലും മധുരമേറിയ വചനം ഈ ഉഴവ് ചാലുകളിലേക്ക് വചനം പോണ് ചെന്ന് വീഴട്ടെ അപ്പച്ച. അത് 100 മേനിയായിട്ട് വളരാൻ ഇട്ടയാകണേ അപ്പച്ച. എല്ലാ തരത്തിലുള്ള വിത്തുകളും അവിടെ വീഴട്ടെ അപ്പച്ച. നന്മയുടെ വിത്തുകൾ, പല ക്രോപ്പുകൾ അവിടെ ഉണ്ടാകട്ടെ അപ്പച്ച. കർത്താവെ, നല്ലൊരു വിളവെടുക്കാൻ തക്കവണ്ണം സംവത്സരങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെ അനുഗ്രഹം ലഭിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ മാറ്റി നിർത്തിക്കഴിഞ്ഞ് അവരുടെ ഉഴവ് ചാലുകളെ നീ നനച്ച് അവരോട് കരുണ തോന്നിയിരിക്കുന്ന ദിവസമാകിയാൽ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയുടെ ഞങ്ങളുടെ തലമുറകളെയും അനേക കുഞ്ഞുങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ അയച്ചു കൊടുത്ത് അവരുടെ മേൽ ആത്മാവിനെ പകരുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥിപ്പിക്കുന്ന ദൈവത്തിന് നന്ദി. പ്രാർത്ഥന വചനമയച്ച് ശരിയായ വചനം അയക്കുന്നുവെങ്കിൽ അത് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. സൂര്യനസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇതിന് ഉത്തരം തരണം അപ്പച്ച. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. വിശ്വസിച്ച് അയക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം വരട്ടെ അപ്പച്ച. കൃപയാൽ ഞങ്ങളെ നിറച്ചതിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.